ഓട്ടം പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഞാൻ തരക്കേടില്ല, നല്ല ഡ്രൈവറാണ്. കാസർഗോഡിലേക്ക് ഞാൻ 10 മിനിറ്റ് കൊണ്ടെത്തി, 15 മിനിറ്റ് കൊണ്ടെത്തി. എത്തി, ശരിയാണ്. 1ഉം 2ഉം തവണ എത്തി. ആക്സിഡന്റായി മരിച്ചുപോയ ആളുകളൊക്കെ 1ഉം 2ഉം 3ഉം തവണ എത്തിയവരാണ്. പക്ഷേ 4ാമത്തെ തവണ ആക്സിഡന്റിൽ പെടും, അല്ലെങ്കിൽ 5ാമത്തെ തവണ ആക്സിഡന്റ് വരും. നമ്മൾ ഒരു തവണ ഇങ്ങനെ 15 മിനിറ്റ് എത്തുമ്പോൾ ഞാൻ നല്ല ഉഷാറാണ്. ചങ്ങാതിമാരോടൊക്കെ പറയും, ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് അങ്ങ് കാസർഗോഡ് എത്തിയത്. ശരിയാണ്. ഇപ്പൊ 2ാമത്തെ നാളെ എത്തും, മറ്റന്നാൾ എത്തും. പക്ഷെ 4ാമത്തെ തവണ ഇതാ എല്ലാവരും പെട്ടത് ഇങ്ങനെയാണ്. ആർക്കും ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല, ആർക്കും സ്പീഡ് കുറച്ചോ കൂട്ടിയോ പോകാൻ അറിയാഞ്ഞിട്ടല്ല. പടച്ചോന്റെ വിധിയാണ്. അല്ലാഹു നമ്മളൊക്കെ ആക്സിഡന്റിൽ നിന്ന് കാക്കുമാറാവട്ടെ. വണ്ടിയിൽ കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി ഒരു അപകടം ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. പടച്ചോനെ വരമേൽപ്പിച്ചിട്ടാ കയറുന്നത്, ഒരു അപകടം ഉണ്ടാവൂല. വണ്ടിയിൽ കയറുമ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് കയറാണ്. ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه. ആരെങ്കിലും അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ പിന്നെ അവർക്ക് യാതൊരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. 100ൽ 110% വിശ്വസിക്കുക. ഖുർആനാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് സഹായം വേണോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 140 സ്പീഡിൽ പോവാന്നല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തവക്കൽതു അലല്ലാഹ് പഠിച്ചോൻ ഏൽപ്പിച്ചിട്ടുണ്ടാവല്ലോ, ഇനി അപകടം ഉണ്ടാവില്ല, അതല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ തവക്കുലാക്കാറുണ്ട്, എങ്ങനെയാണ് നബിയെ തവക്കുലാക്കേണ്ടത്? ഞങ്ങളുടെ കൈകളിലുള്ള ഒട്ടകം കെട്ടിയിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്, അല്ല ഖൈറൂര് വിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? കേൾക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? എണീറ്റിക്കണോ? മഞ്ഞൊക്കെ വീഴുന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമാപനാണ്. 11:15 ഇനി കുറേ ഞാൻ പോകില്ല, കുറച്ച് പോകും. 12 മണിയാകുമ്പോൾ ചിരണ് വാങ്ങിയിട്ട് നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ല നബിയെ ഞങ്ങൾ തവക്കുലാക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒട്ടകമുണ്ട്, ആ ഒട്ടകം തൊഴുത്തിൽ നമ്മുടെ ആലയിൽ കെട്ടിയിട്ടിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ, അല്ല ഞാൻ തൊഴുത്തിലൊന്നും കെട്ടിയിടുന്നില്ല, നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നീ നിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ട ശേഷം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞേക്ക്. ആ വണ്ടിയെ, ആ വാഹനത്തെ, ആ ഒട്ടകത്തെ ഒരാളും കൊണ്ടുപോകൂല, അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ മാന്യമായിട്ട് പോവാൻ, 40 സ്പീഡില് 50 സ്പീഡിൽ ഇങ്ങനെ പോവാൻ. അങ്ങനെ പോയി നമ്മളെ ഭാഗം നോക്കി ഹോൺ അടിച്ച് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഹെൽമെറ്റ് ധരിച്ച് പോയി. എന്നാൽ അപകടം ഒരിക്കലും വരൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്തിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ലോറി ഒരു ജംഗ്ഷനിലേക്ക് ഇടിച്ച് കയറി 7 വണ്ടികളാണ് പൂട്ടിയായത്. അവിടെ ആരാണ് മരിച്ചെന്നറിയോ? ഒരു പാവം, ഒരു ബൈക്കുകാരൻ. ആ ബൈക്കുകാരന് വണ്ടി ഇടിച്ചു, കുത്തി, എന്നിട്ട് വേറൊരു ഇന്നോവയിലേക്ക് ഇടിച്ചു, വേറൊരു ജീപ്പിലേക്ക് ഇടിച്ചു, എന്നിട്ട് അയാളെ മരിച്ചു പോയത്. അയാൾ നിരപരാധിയാണ്. ഇങ്ങനെ അപകടം വരാതിരിക്കാൻ നമ്മൾ അറിയാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാർ ഗൾഫിൽ നിന്ന് വരുന്നതാണോ പോകുന്നതാണോ എനിക്ക് സംശയമാണ്. ഇന്നോവയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടാങ്കർ ലോറി അവരുടെ ഇന്നോവയുടെ മുകളിലേക്ക് മറിഞ്ഞിട്ട് 4-5 ചെറുപ്പക്കാർ മരിച്ചിട്ട് വർഷങ്ങളായിട്ടില്ല. അങ്ങനൊരു അപകടം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വണ്ടിയിൽ കയറിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് വണ്ടി കയറിയത്. അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട, അല്ലാഹു നമ്മൾ സംരക്ഷിച്ചോളും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭീഷണങ്ങൾ അല്ലാഹു നൽകുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ്. അതാണ് അല്ലാഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ ഖബ്ബാബ്, പരീക്ഷണങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അം ഹസിബതും മാ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും
മസ്സതുഹുൽ ബഅ്സാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അം ഹസിബതും അഫഹസിബതും തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ പുഷ്പം പോലെ കടന്നു പോകാൻ പറ്റുമെന്ന് കരുതിയോ ഖബ്ബാബ്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുൻഗാമികളായ പൂർവസൂരികളായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അനുഭവിച്ചതുപോലെ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ സഹിക്കാതെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് കരുതിയോ ഖബ്ബാബ്? മസ്സതുഹുൽ ബഅ്സാഉ വല്ലറാ, അവരനുഭവിക്കാത്ത രോഗങ്ങളില്ല, അവരനുഭവിക്കാത്ത പീഡനങ്ങളില്ല, അവരനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല. അവർ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, അവരുടെ കൈകാലുകൾ വിറച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, അവരുടെ പ്രവാചകന്മാര് പോലും ഓടിച്ചു വിറച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രവാചകനും അവരുടെ കൂടെയുള്ള ആളുകളും അല്ലാഹുവിനോട് സഹിക്കാൻ കഴിയാതെ ചോദിക്കാൻ തുടങ്ങി, അല്ലാഹുവേ, എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പ്രയാസം സഹിക്കുന്നത്? എന്നാണ് നിന്റെ വിജയം വരിക? എന്നാണ് നിന്റെ സന്തോഷം വരിക? എന്നാണ് നിന്റെ സമാധാനം വരിക? അതുകൊണ്ട് വിജയം തരണേ, വിജയം തരണേ എന്ന് മഹാന്മാരായ പ്രവാചകന്മാർ പോലും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഖബ്ബാബ്, ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം ലഭിക്കുകയില്ല എന്ന് പറയുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അല്ലാഹു ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ സ്വർഗത്തെ നമ്മൾ ചോദിക്കണം, സ്വർഗത്തെ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുഫതല മിൻ സ്വലാത്തിഹി, ഒരു മുസ്ലിമായ സഹോദരൻ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ, വലം യസ്അലില്ലാഹൽ ജന്ന, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പൊടിയും തട്ടി എണീറ്റോടേണ്ട ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടി എണീറ്റ് ഓടിപ്പോവണ്ട. കുറച്ചു സമയം ഇവിടെ ഇരിക്കേ, കുറച്ചു സമയം ഇവിടെ ഇരിക്കേ. വലം യസ്അലില്ലാഹൽ ജന്നത സലാത്ത, നിസ്കാരം കഴിഞ്ഞ് മൂന്ന് അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചില്ലെങ്കിൽ ഇല്ലാ ഖാലത്തുൽ ജന്ന, സ്വർഗം അല്ലാഹുവിനോട് പറയുമത്രേ, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, അബ്ദുക ഫുലാനുൻ ഫതല മിൻ സലാത്തി, നിന്റെ ഇന്നാലിന്ന അടിമ നിസ്കാരം കഴിഞ്ഞു, വലം യസ്അൽക തുദ്ഖിലഹുൽ ജന്ന, പക്ഷേ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ നിന്നോട് ദുആ ചെയ്തിട്ടില്ലല്ലോ. വൃത്തികെട്ട ചെറുപ്പക്കാരൻ, എന്തോ ഒരു മോശക്കാരനാണ് അയാൾ, അയാൾ വൃത്തികെട്ടവനാണ് എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഇദാ തലബൽ അബ്ദു മിർ റബ്ബിഹിൽ ജന്ന, ഒരാൾ നിസ്കാര ശേഷം 3 തവണ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം അല്ലാഹുവിനോട് പറയുമത്രേ, യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്ന അബ്ദക ഫുലാനൻ ഖദ് തലബ മിൻക അൻ തുദ്ഖിലഹുൽ ജന്ന, അല്ലാഹുമ്മ ലാ തഹരിംഹു മിന്നി, അയാൾ സ്വർഗം നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അയാളെ എന്നിൽ നിന്ന് നീ ഹറാമാക്കല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ച ആളല്ല അയാൾ. എന്നാലെന്ന് മുഹമ്മദ് സിദ്ദീഖ്, എന്നാലെന്ന് സൈനുദ്ദീൻ, അയാള് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലാ തഹരിംനി മിൻഹു, അയാളെ എനിക്ക് തരണം അല്ലാഹ്, അയാളെ നീ സ്വർഗത്തിലേക്ക് തരണം റബ്ബേ. എന്നിട്ട് അല്ലാഹുവിനോട് പറയാണ്, വല്ലാഹുമ്മ ലാ തഹരിംനി മിൻഹു, എന്നെ ആ മനുഷ്യനെ നീ ഹറാമാക്കല്ലേ, ആ മനുഷ്യന് എന്നെയും ഹറാമാക്കരുത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ അല്ലാഹ് എന്ന് സ്വർഗം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മളത് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചോളം എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലേ? ചോദിക്കാറില്ലേ?
ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്നു എനിക്കറിയില്ല, ചോദിക്കാറുണ്ട് നമ്മള്. അല്ലാഹുമ്മ ഇന്നക ആതസ്സലാം, അല്ലാഹുവേ നീയാണ് ശാന്തി. വമിനകസ്സലാം, നിന്നിലാണ് ശാന്തി. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് ശാന്തി മടങ്ങുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. സലാമിന് സ്വർഗ്ഗം എന്നർത്ഥമുണ്ട്. അല്ലാഹുവേ അതുകൊണ്ട് സ്വർഗ്ഗം നൽകണേ അല്ലാ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. ചോദിക്കാറുണ്ട് വഅദ്ഖിൽനി ബിറഹ്മതിക ദാറസ്സലാം. എല്ലാ നിസ്കാര ശേഷവും ഇത് ചെല്ലാറുണ്ടല്ലോ. 5 വക്ത് നിസ്കാര ശേഷം ഇത് ചെല്ലണം. ഇത് ചെല്ലാത്തവനെ കുറിച്ചിട്ട് സ്വർഗ്ഗം പറയും, ബിഅസ ഹാദൽ അബ്ദ്, ഏതാണ് ചെറുപ്പക്കാരൻ, വൃത്തികെട്ടവൻ എന്ന് പറയും. നിങ്ങൾ എണീറ്റ് ഓടിക്കോളി, നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിട്ടേ ഓടിക്കോളി. സ്വർഗ്ഗങ്ങളെ കുറിച്ച് പറയുന്നത് ഇതാണ്, മനസ്സിലായി. അതുകൊണ്ട് ഇത് അറിയില്ലേ, പഠിച്ചോൻ എനിക്ക് നീ സ്വർഗ്ഗം തരണമെങ്കിലും ഒന്ന് നിസ്കാര ശേഷം ദുആ ചെയ്യ്. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. സ്വർഗ്ഗത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ ഞാൻ സ്വർഗ്ഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് സ്വർഗ്ഗം ഒന്ന് സന്ദർശിച്ചു വരണം. വീടുണ്ടാക്കിയാൽ നമ്മൾ കൊണ്ടുവരുമല്ലോ കുറെ ആളുകളെ, എന്റെ വീട് എങ്ങനെ, എന്റെ കിച്ചൺ എങ്ങനെ നമ്മൾ കൊണ്ടുപോകൂലേ. ആദ്യം കാണിക്കുക എന്റെ ബാത്റൂമാണ്. ഓ മാഷാ അല്ലാ, നല്ല ബാത്റൂം. 1 ലക്ഷം രൂപ ബാത്റൂമിന് ചെലവഴിച്ചു. 2 ലക്ഷം ബാത്റൂം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടൊരു വീട്ടിൽ സന്ദർശിക്കാനിടയായി. വടകര ഭാഗത്ത് 2.5 കോടി രൂപയുടെ ഒരു വീടാണ്. 5 ബെഡ്റൂമാണുള്ളത്. 5 ബെഡ്റൂം ഡിഫറെന്റ് സ്റ്റൈൽ. 1.5 വീടാ, കാണേണ്ട വീടാണ്. 2.5 കോടി കൊണ്ട് ചെലവഴിച്ച വീടാണ്. അങ്ങനെ കുറെ വീടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീടൊക്കെ കിട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പിരിവിനക്കാരെങ്കിലും വന്നാൽ കൊടുക്കുക. അതേപോലെ നമ്മൾ മാത്രം വീട് കെട്ടിയിട്ട് കാര്യമില്ല. പാവങ്ങൾ വന്ന പാവങ്ങൾക്കും കൊടുക്കുക. പള്ളി കെട്ടണമെന്ന് പറഞ്ഞാൽ പള്ളിക്കും കൊടുക്കുക. മദ്രസ കെട്ടണമെന്ന് പറയുമ്പോൾ എന്റെ 2.5 കോടി മദ്രസയ്ക്ക് വേണ്ടി, എന്റെ വീടിന് വേണ്ടി ചെലവഴിച്ചപ്പോ ഒരു 50,000 മദ്രസയ്ക്ക് കൊടുക്കണ്ടേ? 2.5 കോടി എന്ന് പറഞ്ഞാൽ എത്ര? 50 ലക്ഷം, 100 ലക്ഷം, 200 ലക്ഷം, 250 ലക്ഷം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കാൻ പറ്റില്ല. 250 ലക്ഷം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. നല്ല മനുഷ്യനാണ് അത്രയാൾ. നല്ല സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നമ്മളെ പോലെ 10 ബക്കറ്റിലിട, അല്ല 50,000 ചെക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാണ്. സ്വർഗ്ഗം തന്നെ പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാണ്. നരകം എന്ന് പറഞ്ഞാൽ തന്നെ സുഖങ്ങളാണ്. എന്നിട്ട് സ്വർഗ്ഗം സൃഷ്ടിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു, ജിബ്രീലെ ഒന്ന് പോയി കറങ്ങി വാ. കൈഫ വജദ്തഹ, എങ്ങനെയുണ്ട് സ്വർഗ്ഗം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വല്ലാഹു, അല്ലാഹുവാണ് സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. അല്ലാഹുവേ സ്വർഗ്ഗം ഞാൻ കണ്ടു. ലോകത്തുള്ള എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വർഗ്ഗം സൃഷ്ടിച്ചിട്ട് കാണാൻ പോയതാണ്. വല്ലാത്ത സ്വർഗ്ഗം, അമേസിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. മാഷാ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിൽ എല്ലാവരും ഇവിടെ തന്നെ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ നിന്ന് എനിക്ക് ഉറപ്പാണ്. നരകം സൃഷ്ടിച്ചു, നരകം കാണിച്ചു കൊടുത്തു. അല്ലാഹുവേ, അല്ലാഹുവേ, നീ തന്നെയാണ് സത്യമല്ലാ, നീ തന്നെയാണ് സത്യമല്ലാ. നരകത്തെ കുറിച്ച് ഒരാൾ കേട്ടാൽ ഇതിലൊരാൾ പോലും ഉണ്ടാവൂല റബ്ബേ, ഒരാളുണ്ടാവൂല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ നരകം കാണുമ്പോ ഒരു കുഞ്ഞു മോനും നരകത്തിൽ ഉണ്ടാവൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും സ്വർഗ്ഗത്തിലുണ്ടാവും. ഇത് കേട്ടപ്പോൾ അല്ലാഹു തആല ഒന്ന് മോഡിഫൈ ചെയ്യാൻ, സ്വർഗ്ഗത്തെ മോഡിഫൈ ചെയ്യാൻ. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അല്ലാഹു തആല ആ നരകത്തെ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, നരകത്തിന്റെ ചുറ്റും കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. മാറാരോഗം, വലിയ വലിയ രോഗങ്ങള്, പ്രയാസങ്ങള്, സുബഹിക്കണിച്ചിട്ട് കുടിക്കുക, സുബഹിക്കണിച്ചിട്ട് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, ഇങ്ങനെയുള്ള പ്രയാസങ്ങള്, ശക്തമായ ചൂടുള്ള നട്ടുച്ചയിൽ വെള്ളം പോലും കുടിക്കാതെ നോമ്പ് നോക്കുക, തനിക്കും തന്റെ മകൾക്കും പോലും സാമ്പത്തികമായി ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിൽ നിന്നൊരു തുക എടുത്തിട്ട് പള്ളിക്ക് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രയാസങ്ങളാണ് സ്വർഗത്തിന്റെ മുന്നിലുള്ളത്. ജിബ്രീലിനെ വീണ്ടും പറഞ്ഞയച്ചു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവേ, ഇപ്പോൾ ഞാൻ പേടിക്കുന്നത് ആരെങ്കിലും നീ സ്വർഗത്തിൽ കടക്കുമോ എന്നാണ്. നേരത്തെ പറഞ്ഞത് എന്താ? എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ട സ്വർഗത്തിലായിരിക്കും. ഇപ്പൊ പറയുന്നത് എന്താ? ഇനി ആരെങ്കിലും കടക്കോ